അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട വചനം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മറക്കുവോ? അപ്പോൾ അതായത് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് കേട്ടോ. ദൈവത്തെ ആരാധിച്ചോണം. പള്ളിയിൽ പോയി കിടന്നാലും വേണ്ടില്ല, പള്ളിമുറ്റത്തങ്ങ് കിടന്നാലും വേണ്ടില്ല. മനസ്സിലായോ? വേറെ എവിടെ കിടക്കുന്നതിനേക്കാളും നല്ലതാമ്മേ പള്ളിയുടെ മുറ്റത്ത് പോയി കിടന്നാലും വേണ്ടില്ല. കർത്താവിനെ വിട്ട് കളയരുത്. മനസ്സിലായോ? ദൈവത്തെ മുറുകെ പിടിച്ചോണം. ദൈവത്തെ മുറുകെ യാക്കോബ് പറഞ്ഞ പോലെ പറയണേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല കർത്താവേ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിട. പ്രാർത്ഥിച്ച് 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 നമ്മുടെ കുടുംബങ്ങളെ കയറ്റി കൊണ്ടുവരണം. വേറെ ഏത് വഴിക്ക് പോയാലും രക്ഷപ്പെടത്തില്ല. വേറെ ഏത് വഴിക്ക് നമ്മുടെ കായിക ബലം കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ മസിൽ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണെന്നറിയാം? നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചോണം. ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരെ ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല. ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ആരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കർത്താവിനെ പിടിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ ബലിപീഠത്തിൽ മുറുകെ പിടിച്ച് നല്ല ശക്തി വിശ്വാസത്തോടെ, ചെറുപ്പക്കാർ, കുടുംബനാഥന്മാരെല്ലാം കേൾക്കണം. മക്കളെ, ദൈവത്തെ മറന്നു പോകരുത്, ദൈവത്തെ വിട്ടുകളയരുത്, ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകണം. പറഞ്ഞേ ഹല്ലേലൂയാ.